നേരത്തെ ഉണ്ടെങ്കിൽ ഫസ്മിനെ വീഡിയോ ഇട്ട സമയത്തുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലുണ്ടെങ്കിൽ ഫസ്മിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു എലൻ ഉണ്ടെങ്കിൽ ആ സമയത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു നിൻ്റെ കൂടെയാണ് ഞാൻ എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു എലൻ അങ്ങനെ പറഞ്ഞിരുന്നത്. അതിന് ശേഷം ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ഫസ്മിനയുടെ ഡയറി ഇഷ്യൂ വന്നതിന് ശേഷം ഒരുപാട് പേരുണ്ടെങ്കിൽ എലൻ്റെ അടുത്ത് ചോദിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോൾ എന്ത് പറയുന്നു എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ എലൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് ഫസ്മിനെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ഞായറാഴ്ചയോ അല്ലെങ്കിൽ ഇതേ കണക്ക് വെള്ളിയാഴ്ച ഞാൻ ഒരു വീഡിയോ ഇടുന്നു എന്നുള്ള രീതിയിലായിരുന്നു ഫസ്മിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അത് വെയിറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് വീഡിയോ ഇട്ടതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു കാര്യങ്ങളും സംസാരിച്ചില്ല. ഡയറിയെ പറ്റിയോ അതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളും മിണ്ടാതെ പണ്ടത്തെ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ലല്ലുവിൻ്റെ ഏതോ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ട് ഇനി ഇതേ ഓരോരോ കാര്യങ്ങൾ പറയാമെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞുകൊണ്ടേ ഇരുന്നത്. സോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ ഉണ്ടെങ്കിൽ വിചാരിച്ച് ഇതിൽ എന്തെങ്കിലും പറയുന്നുള്ളൊരു കാര്യമാണ് ഫസ്മിന്. പക്ഷേ അതിനെപ്പറ്റി ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. ലല്ലുവിൻ്റെ പഴയ കാര്യങ്ങളാണ് എടുത്തിട്ടുണ്ടേ ഇരുന്നത്. പിന്നെ ഫോൺ കേടായി അങ്ങനെ ഇങ്ങനെയാണെന്ന് പറയുന്നത് അല്ലാതെ ഇതിൽ യഥാർത്ഥത്തിൽ സത്യം ഉണ്ടോ എന്ന് തോന്നുന്നില്ല. യഥാർത്ഥത്തിലുണ്ടെങ്കിൽ ഇതേ കണക്ക് ആദ്യം ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോൾ അതാണ് ആദ്യമേ ക്ലിയർ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. അത് ഇപ്പം ഞാൻ ഇതേ കണക്കത്തുള്ള വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതെങ്കിലും കേട്ടിട്ട് ഫസ്മിനെ റിയാക്ട് ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു ഇതേ കണക്ക് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നാലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്മിനെ അതിനെ പറ്റിയുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. ഇതേ കണക്ക് ഓരോരോ സീരീസ് പോലെ ഓരോരോ ലല്ലുവിൻ്റെ കാര്യങ്ങൾ പറയുന്നതല്ലാതെ ആ ഡയറിയെക്കുറിച്ച് എന്തായാലും പറഞ്ഞിട്ടില്ല. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എലനോ സ്പാർത്തയോ ഉണ്ടെങ്കിൽ ഫസ്മിനെ കൈവിട്ടെന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കുന്നത്.